ഇപ്പോ നബിസല്ലാസ്വല്ലമ്മ പിന്നെ റമദാന്റെ അവസാനത്തെ 10 ഇരിക്കാറുണ്ടായിരുന്നെന്നും അവസാനത്തെ കൊല്ലം 20 ദിവസം ഇരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ 10 ദിവസം തന്നെ ഇരിക്കണോ അല്ല ചുരുങ്ങിയ ദിവസങ്ങൾ ഇരുന്നാൽ മതിയോ? കാരണം ഞാൻ നിയത്ത് വെച്ചിരുന്നു ഇരിക്കണമെന്ന്, പക്ഷെ ഞാൻ ടൈലറാണ്, അപ്പൊ അത് എനിക്ക് പറ്റിയില്ല. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും കുറച്ച് ദിവസം ഇരുന്നാൽ പറ്റുമോ എന്നാണ് ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫ് എന്ന് പറയുന്നത് ഈ അവസാനത്തെ 10 പൂർണ്ണമായും ഇഅ്തികാഫ് ഇരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുണ്യകരമായി സൗകര്യപ്പെടുമെങ്കിൽ അവസാനത്തെ 10 21 രാവിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ മാസം കാണുന്നത് വരെയുള്ള സമയം പൂർണ്ണമായും 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കുക എന്നതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇഅ്തികാഫ് ഇരിക്കാൻ ഒരു ദിവസം പറ്റുമെങ്കിൽ ഒരു ദിവസം ഇരിക്കാം, 2 ദിവസം ഇരിക്കാം, 3 ദിവസം ഇരിക്കാം, എത്ര സമയം വേണമെങ്കിലും ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ്. ആ ഒരു ഇഅ്തികാഫ് ഇരിക്കുവാനുള്ള സമയം എത്രയാണ്, എത്ര സമയം ഇരുന്നാലാണ് ഒരാളുടെ ഇഅ്തികാഫിന്റെ സമയമാവുക എന്നതിന് പ്രാമാണികമായി ഇത്ര സമയം എന്നത് ഹദീസിൽ എവിടെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ഇഅ്തികാഫ് ഇരിക്കാൻ ഒരു രാത്രിയും ഒരു പകലും ഒരു ദിവസം ഇഅ്തികാഫ് ഇരിക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറയാം. അപ്പോൾ ഇവിടെ ഒരു രാവും ഒരു പകലും എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാത്രി ഒരു പകലുമാണ് ഏറ്റവും കുറഞ്ഞ സമയം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സമയം ഇന്നത് എന്നതല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്, നേർച്ച നിർവഹിക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇഅ്തികാഫിന്റെ സമയം അത് എത്രയാണ് എന്ന് നിർണ്ണയിക്കുക സാധ്യമല്ല എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പള്ളിയിൽ എത്ര സമയം ഇരിക്കാൻ പറ്റുമോ ആ ഇരിക്കാവുന്ന സമയം ഇഅ്തികാഫിന്റെ ലുസൂമുൽ ഇബാദ എന്നാണ്, ലുസൂമുൽ മസ്ജിദിൽ ഇബാദ, പള്ളിയിലെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നാണ് ഇഅ്തികാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിൽ എത്ര സമയം ഇരുന്നാലും ഇഅ്തികാഫിന്റെ പുണ്യം അവർക്ക് ലഭിക്കുമെന്ന അഭിപ്രായമാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു രാത്രി പൂർണ്ണമായിട്ടും ഇരിക്കുക അതല്ലെങ്കിൽ ഒരു ദിവസം പൂർണ്ണമായി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള രൂപം. പറ്റുമെങ്കിൽ ഈ ഒരാൾക്ക് അതിനൊന്നും സാധ്യമാകുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ എത്ര സമയം ഒരു പകല് അല്ലെങ്കിൽ ഒരു രാത്രിയിൽ 5 മണിക്കൂർ 6 മണിക്കൂർ എത്രയാണോ ആ ഒരു നിയ്യത്തോടു കൂടി ഇരുന്നാലും അതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്ര ദിവസമാണോ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുന്നത് അത്ര ദിവസം ഇരുന്നാലും ആ ഇരുന്നതിന്റെ പുണ്യം പൂർണ്ണമായും ഇൻഷാ അല്ലാഹ് ലഭിക്കും ാണ് പ്രമാണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം.